ഇന്ന് ഈ കേന്ദ്ര സഹായം എന്നെ വൈകുന്നത് LDF വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തുന്നുണ്ട്. കാരണം കേന്ദ്ര സഹായം വൈകാനുള്ള കാരണമായി പറയുന്നത് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡ പ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിയത് UPA സർക്കാരാണ് എന്നാണ് NDA സർക്കാർ പറയുന്നത്. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് LDF ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിഷേധിക്കാൻ രംഗത്ത് വരുന്നത്. ഇന്ന് വലിയ ഒരു പ്രതിഷേധ മാർച്ചാണ് LDF പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജ്ഭവനിലേക്ക് മാർച്ചുണ്ട്, മറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വന്നുണ്ട്. ഉമേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ഒരു ശുഭവാർത്ത ഇന്ന് എത്തിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷേ പ്രതിഷേധം ഇന്ന് കേരളത്തിലുണ്ടാകും. ഏത് തരത്തിലാണ് ഈ പ്രതിഷേധം സജ്ജമാക്കിയിരിക്കുന്നത്? CPIM സംസ്ഥാന സെക്രട്ടറി തന്നെയാണല്ലോ അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രജനും ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് വലിയൊരു സമരം നടക്കാൻ പോവുകയാണ്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സഹായം ലഭിച്ചില്ല. പലതവണ രാഷ്ട്രീയമായി തന്നെ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അതിന് ഒരു കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്തായാലും അതിൽ കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്ന് രാജ്ഭവനിലേക്ക് LDF മാർച്ച് നടത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വലിയ ഒരു പ്രതിഷേധ റാലി തന്നെയായിരിക്കും നടക്കാൻ സാധ്യത. വലിയ ഒരു ജനപങ്കാളിത്തവും ഇതിലുണ്ടാകും. ജില്ലാ കേന്ദ്രങ്ങളിൽ, അതായത് ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും LDFന്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ടാകും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ശക്തി പ്രകടനത്തോടു കൂടി തന്നെയായിരിക്കും ഇന്നത്തെ മാർച്ചുകൾ ഉണ്ടാവുക. എന്തായാലും പ്രതിഷേധം അത്രത്തോളം ശക്തമായി തന്നെ കേന്ദ്രത്തെ അറിയിക്കുക. ഒപ്പം ഈ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ വലിയൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നു. കേരളം ആവശ്യപ്പെട്ട അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ വയനാടിന് വലിയ കൈത്താങ്ങുമാണ്. എന്തായാലും അത് വലിയ പ്രതിഷേധമായി, വലിയ ജനവികാരമായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. ആ ഒരു രാഷ്ട്രീയം ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ പ്രതിഷേധം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി ഉമേഷ്. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനാണ് അതിന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. അതിലൊരു അനുകൂല തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. കാരണം അത്രമേൽ ഒരു വലിയ ദുരന്തം അത് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിക്കും ചുരലുമേലും മുണ്ടക്കയിലും ഒക്കെ. അപ്പോൾ വളരെയധികം ആവശ്യമാണ് ഈ തുക നമുക്ക് ഈ ഘട്ടത്തിൽ.